മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ശക്തമായ മത്സരം നടക്കുന്ന 3-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി സാബിറ ഹിലറാണ് നമ്മോടൊപ്പം ഉള്ളത്. തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയായി? 1-ാം ഘട്ടം പൂർത്തിയായോ അതോ എങ്ങനെയൊക്കെയാണ്? മാറഞ്ചേരി പഞ്ചായത്തില് 3-ാം വാർഡില് നല്ല മത്സരമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതോടനുബന്ധിച്ച് ഞങ്ങൾ 2 റൗണ്ട് പൂർത്തിയായിട്ടിരിക്കുകയാണ്. ജനങ്ങളുടെ പ്രതികരണം നമുക്ക് അനുകൂലമാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മളെ 2 വർഷമായിട്ട് നമ്മളെ UDFന്റെ വാർഡാണ്, UDF പിടിച്ചെടുത്ത ഒരു വാർഡാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ ജനങ്ങൾ നമ്മളെ കൂടെ ഉണ്ടാവുന്നതാണ് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഉറപ്പ് തരുന്നത്. നേരത്തെ ഈ വാർഡിന് ജനപ്രതിനിധി ആയിരുന്നല്ലോ, ഈ വാർഡിനെ തെരഞ്ഞെടുക്ക് പിന്നീട് മറ്റേ ഹിലർക്കാണ് ഇപ്പൊ നിലവിൽ ഈ വാർഡിന്റെ മെമ്പർ. ഇപ്പോ നിങ്ങൾ ഈ വാർഡ് നിലനിർത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് മത്സരിക്കുന്നത്. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? നമ്മള് നമ്മളെ 3-ാം വാർഡ് ആയിരുന്നെങ്കിൽ നമുക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മൾ സുഗമമായിട്ട് തന്നെ നമ്മളെ വോട്ട് നമ്മൾ ജനങ്ങള് നമ്മളെ സഹായിച്ചിരുന്നു. പക്ഷെ 60% വോട്ടും നമ്മുടെ പുതിയ ഏരിയയിൽ നിന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 40% ഉള്ളൂ നമ്മളെ പഴയ 3-ാം വാർഡ് ഉള്ളതും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ഇറങ്ങി പ്രവർത്തിക്കുക തന്നെ വേണം. നല്ല ടൈറ്റ് മത്സരമാണ്, നമുക്ക് കിട്ടുന്നതാണ് പ്രതീക്ഷ. ഇപ്പോ നിങ്ങള് നേരത്തെ മെമ്പറാണ്, ഇപ്പോ നിങ്ങളുടെ എതിരുള്ളത് നിലവിലുള്ള പഞ്ചായത്ത് മെമ്പറാണ്. അപ്പൊ അങ്ങനെ 2 പേര് തമ്മിലുള്ള ഒരു മത്സരമാണ്, അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ഇല്ല, നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. 3-ാം വാർഡിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഭാഗങ്ങളല്ലേ ഉള്ളൂ നമ്മൾ കവർ ചെയ്യാനുള്ളൂ. അതുകൊണ്ട് ഇല്ല, കുഴപ്പമൊന്നും ഇല്ല എന്നാണ്. ഇപ്പോ നമ്മൾ 2 റൗണ്ട് പൂർത്തീകരിച്ചിട്ട് കാരണം നമുക്ക് ടെൻഷനില്ല. ജനങ്ങൾ നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ള തീർച്ചയായിട്ടും നമ്മളെ കൂടെ ഉണ്ടാവും. ഇതൊരു 3-ാം വാർഡിന്റെ ജനപ്രതിനിധിയായി സാബിറ ഹിലറിനെ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ഈ വാർഡിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്? ഒന്നും വാഗ്ദാനങ്ങളില്ല. ഒരു കാര്യം ഞങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടില്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ 3-ാം വാർഡിൽ 2 തവണയായിട്ട് ഞങ്ങൾ തന്നെ തുടർച്ചയായിട്ടുള്ള ഞങ്ങളെ ഈ വിജയം എന്ന് പറയുന്നത് ഞങ്ങളെ ജനങ്ങളാണ്. ജനങ്ങൾക്കറിയാം പഞ്ചായത്തിൽ നിന്ന് എന്താണ് അവർക്ക് ഉള്ളത് എന്നുള്ളതും. നമ്മളെ കൊണ്ട് നമ്മളെ സഹായങ്ങൾ അതെന്തായാലും തീർച്ചയായിട്ടും ഇനി മുന്നോട്ടുള്ള കാലങ്ങളിൽ അവർക്ക് ഉണ്ടാവുന്നതാണ് എനിക്ക് പറയാനുള്ളത്. മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ശക്തമായ മത്സരം നടക്കുന്ന 3-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥിയാണ്. നിലവിൽ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അംഗമാണ്. മഹിളാ അസോസിയേഷന്റെ കാഞ്ഞിരമുക്ക് മേഖലാ ട്രഷറർ കൂടിയാണ് റജുല ആലുങ്ങൽ. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ? വാർഡ് വിഭജനത്തിന്റെ ഭാഗമായി 2-ാം വാർഡിന്റെ ഒരു ചെറിയ ഭാഗവും ഞാൻ ജനിച്ചു വളർന്ന 3-ാം വാർഡിന്റെ ഒരു വലിയ ഭാഗവും കൂടിയതാണ് പുതിയ 3-ാം വാർഡ്. 2-ാം ഘട്ടം സ്ക്വാഡ് ഇറങ്ങിയപ്പോൾ നല്ല പ്രോത്സാഹനം ആണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അനുബന്ധമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ്? 2-ാം ഘട്ടം പൂർത്തിയാവാറായോ? തുടർന്നുള്ള പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? 2-ാം ഘട്ടം പൂർത്തിയാവാനായി. ഇനി കുറച്ചും കൂടി ഉള്ളൂ. ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന നല്ല റിസൾട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ നിങ്ങളുടെ എതിർ സ്ഥാനാർത്ഥിയും ശക്തിയാണ്, കാരണം നേരത്തെ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ അംഗമാണ്. നിലവിൽ നിങ്ങൾ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അംഗമാണ്. എങ്ങനെയാണ് ആ മത്സരത്തിൽ ഞങ്ങൾ കാണുന്നത്? നല്ല ശക്തമായ ഒരു മത്സരമാണ് 3-ാം വാർഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. UDFന്റെ വാർഡാണ്, അത് തിരിച്ചു പിടിക്കാനുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും. നിങ്ങൾ അങ്ങനെ ഒരു 3-ാം വാർഡിന്റെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ, എന്തൊക്കെ പദ്ധതികളാണ് ഈ വാർഡിൽ താങ്കൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്? ജനോപകാരമായ പ്രവർത്തനം ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ജനങ്ങൾക്ക് എന്തെല്ലാം ഉപകാരപ്രദമായ, അർഹതപ്പെട്ടവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ ഓരോ വോട്ടുകളും തന്ന് സഹായിക്കണം. എന്റെ ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്ര അടയാളത്തിൽ ഓരോ വോട്ടും ചെയ്ത് എന്നെ വിജയിപ്പിക്കണം. റിയൽ മീഡിയ, ഒരു ദേശത്തിന്റെ ശബ്ദം.